കൊടപ്പുള്ളി ലീല ചേച്ചിയായിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ചേച്ചിക്ക് ഇനി എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പൊതുവെ നമ്മുടെ സിനിമാ മേഖലയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, നമുക്കൊരു ചാൻസ് വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ അപ്രോച്ച് ചെയ്യുക, ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. പക്ഷെ ഞാൻ കേട്ടുള്ള ഒരു കാര്യം ചേച്ചി പൊതുവെ അങ്ങനെ വിളിക്കാറില്ല തോന്നുന്നു അല്ലെ? ചാൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറില്ല. വിളിക്കാത്ത 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രൊഡ്യൂസറൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ഞാൻ അധികം അങ്ങനെ ആരെയും പരിചയപ്പെടാൻ നോക്കില്ല. പിന്നെ ഡയറക്ടറെ നമുക്ക് പരിചയം ഉണ്ടാവും, കൺട്രോളറെ നമുക്ക് പരിചയം ഉണ്ടാവും. ഇപ്പം നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പം ചില സമയത്ത് എൻ്റെ സ്വയം മനസ്സിൽ തോന്നുന്നതാട്ടോ. ഇപ്പം ഇപ്പം നിങ്ങളൊരു പടം ചെയ്യണം. ഇപ്പം നിങ്ങളൊരു പടം ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ലിസ്റ്റ് ഇട്ടുണ്ടാവും, കൊടപ്പുള്ളി ലീലമ്മേനെ വിളിക്കാം, ഈ ഡയറക്ടർക്ക് അവർ ബെറ്ററാണ്, അല്ലെങ്കിൽ അവരെ വിളിക്കാം, നിങ്ങളെ മനസ്സിലുണ്ടാവും. ഇത് ഞാൻ അറിയണില്ല. ഞാൻ എൻ്റെ കഷ്ടകാലത്ത് അപ്പം നിങ്ങൾ എനിക്കൊരു പേയ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവും. ഞാൻ വിളിക്കുകയാണ്, എന്താണ് മാഷേ വർക്ക് എന്തെങ്കിലും ഉണ്ടോ, അപ്പോൾ വർക്കൊക്കെ ഇല്ലാണ്ട് വീട്ടിലിരിക്കാട്ടോ, എന്തൊക്കെ വിശേഷം എന്നൊക്കെ പറയുന്ന സമയത്ത് നേരെ വെട്ടി കുറച്ചോ പൈസ, കാരണം ഇപ്പോൾ പണിയൊന്നും ഇല്ലാണ്ട് കുടുംബത്തിരിക്കുക, കണ്ടില്ലേ വിളിച്ചത്. അപ്പോൾ എന്തൊക്കെയായി, പൈസയാണെങ്കിൽ അത്ര തരൂല്ല, അതവർ വെട്ടിക്കുറയ്ക്കും, നമുക്ക് വർക്കില്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുക എന്നുള്ള പേരുമായി കാര്യം ഒന്നോട്ടില്ല. പിന്നെ വിളിക്കാത്തത്, നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയില്ല, ഒരു വില ഉണ്ടാവില്ല. ഇങ്ങനെ അവൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണതാ, വർക്കും കാര്യമൊന്നുമില്ല, ദണ്ടി അടക്കാൻ തോന്നുന്നുണ്ട്, ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനല്ലേ, നമുക്കുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തിനാ നമ്മളത് കേൾക്കുന്നത്? എനിക്കെന്ന് വെച്ചതുണ്ടെങ്കിൽ ദൈവത്തിനറിയാത്തൊരു കാര്യമില്ല. ഇപ്പം ഞാൻ കുട്ടിയോട് പറഞ്ഞതൊക്കെ നുണയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വാസം മാത്രമല്ല ഭയന്നും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് എത്ര നാളായി അറിയാമോ? ഒരുപാട് മാസങ്ങളായി ഞാൻ വർക്ക് ചെയ്തിട്ട്. ഇപ്പൊ ഈ എന്തോ ഒരു ലക്ഷ്മി ആണ് അതിന്റെ അവസാനം ലാസ്റ്റ് ചെയ്ത ഒറ്റ ദിവസം വർക്കേ ഉള്ളായിരുന്നു. ഒറ്റ ദിവസം വർക്ക്, വേറെ 2-3 ദിവസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല, ഒറ്റ ദിവസം വർക്ക് ചെയ്തിരുന്നു. ഒരു ലക്ഷ്മിയാണ് ലാസ്റ്റ്. അത് 2 കുട്ടികളുടെ പേരാണ്. അപ്പോൾ ആ 2 കുട്ടികളുടെ പേരും കൂടിയാണ് ആ പടത്തിന്റെ പേര്. അപ്പോൾ അതാണ് ചെയ്തത്. അപ്പം ഞാൻ 1 മാസത്തോളം ഒരു വർക്കും ഇല്ലാണ്ടായിരുന്നു. അപ്പോൾ ജീവിതം എങ്ങനെയാണ്? എൻ്റെ അടുത്ത് യാതൊരു ബാങ്ക് ബാലൻസും ഇല്ല, 0 ആണ്. ഇത്രയും കാലം പടങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നെ പറ്റിച്ചു. കുറേ ആൾക്കാർ പൈസ കടം മേടിച്ചെന്നോട്. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ പലിശയ്ക്ക് മേടിച്ചു കൊടുക്കും. അത് മേടിച്ചു കൊടുത്ത് ഇവർ പൈസയും തരില്ല, പലിശയും തരില്ല. അപ്പോൾ അവരുടെ കടങ്ങൾ ഞാൻ വീട്ടും. അപ്പോൾ ഇവരതൊന്നും തിരിച്ചും തരില്ല. അങ്ങനെ കണ്ടമാനം പൈസ എനിക്ക് കിട്ടാനുണ്ട്. ഇവിടെ വേറെ വാടകയ്ക്ക് ഒരു കൂട്ടർ വന്ന് താമസിച്ചു ഇവിടെ തൊട്ടടുത്ത്. അവർ എൻ്റെ പേരിൽ പിന്നെ ലോൺ എടുപ്പിച്ചു, ടൈലറിങ് പിന്നെ കട എടുത്തു, എൻ്റെ പേരിൽ എടുപ്പിച്ചു, ലോൺ എടുപ്പിച്ചു. 4 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചു. അതൊന്നും അവർ അടച്ചില്ല. അതൊക്കെ ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവരെൻ്റെ അമ്മയെ സ്നേഹിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ ലോകത്തേക്ക് വെച്ച് വലുതെനിക്ക് എൻ്റെ അമ്മ. ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ആളാണ്. പക്ഷെ കൃഷ്ണൻ പോലും എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അമ്മയെ എല്ലാവരും അങ്ങ് സ്നേഹിക്കുമ്പോൾ ഞാൻ വിചാരിക്കും യഥാർത്ഥമാണ്, ഇവരൊക്കെ എന്നെ പറ്റിക്കാനായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഈ തരാറുള്ളവർക്കൊക്കെ അറിയാം. ചിലർ പറഞ്ഞ എന്താ വെച്ചാൽ അതൊക്കെ ഞങ്ങൾ കൊടുത്തു പോയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ പിന്നെ കൊടുത്തു പോയിട്ടുണ്ട്. ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് ചെന്ന് നോക്കിച്ചപ്പോൾ അവർ പറഞ്ഞു പൈസയൊക്കെ ഞങ്ങൾ പലിശയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി നിങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളിങ്ങനെ പറഞ്ഞില്ല എന്നെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കാൻ പോകാറില്ല. കാരണം ഞാനിത് ആരെയും സാക്ഷി നിർത്തിയല്ല കൊടുത്തത്. ഞാൻ എത്രത്തോളം മറ്റുള്ളവർ എന്നെ പറഞ്ഞ് എനിക്ക് തരാണ്ടിരുന്നിട്ടും എന്നെ എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ പറഞ്ഞിടത്തോളം ദൈവം എന്നെ ഉയർത്തി കൊണ്ടുവരുന്നേ ഉള്ളൂ. എന്നും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ദൈവം എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. 1 കോടിയിലേറെ പൈസ എനിക്ക് കിട്ടാനുണ്ട്. 5ഉം 10ഉമായിട്ട് ഞാൻ കൊടുത്തിട്ട് പലർക്കും. എൻ്റെ സ്വർണം വരെ ഒരു സുനുലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഇതുമില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാടോടിമന്നം ചെയ്യുമ്പോൾ എൻ്റെ 2 കമ്മൽ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടു കൊടുത്തു. എവിടെ ലൊക്കേഷനിൽ കൊണ്ടു കൊടുത്തു, ഭർത്താവ് അറിയാതെ. ഇന്ന് വരെ ആ സാധനം അവിടെ തന്നില്ല. അവസാനം ഞാൻ ചോദിച്ചപ്പോൾ തള്ള കൂടെ ചീത്തയും പറഞ്ഞു. അതെ, സുനുലക്ഷ്മി അവർ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ. അതുപോലെ തന്നെ ശ്യാമ എന്ന് പറഞ്ഞ ഒരുത്തന് കുറേ പൈസ, അപ്പം പടം തുടങ്ങാനാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ്
എൻ്റെ കയ്യിൽ ചെറിയ ഒരു ചെയിനൊക്കെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. എൻ്റെ ആധാരം പണയം വെച്ചിട്ട് അവന് പൈസ മേടിച്ചു കൊടുത്തു. അപ്പൊ ഒരാള് രണ്ടാൾക്ക് പറ്റിക്കുമ്പോ അപ്പൊ എൻ്റെ വിചാരം അങ്ങനെയല്ല, അവരെ പോലെ അല്ലല്ലോ മറ്റവരെന്നുള്ളത്. അപ്പൊ ഇപ്പൊക്കെ നിർത്തി എന്ന് പറയുന്നത് ഇല്ല കൊടുക്കാനും. ഇനി എൻ്റെ അത്ര നേരത്തെ കിട്ടൂല. പിന്നെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും സ്വയമായിട്ട് കണ്ടറിഞ്ഞിട്ട് കുറേശ്ശെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അത് ചാരിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ ചെയ്യുന്ന സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വല്ലതും ചെയ്യുക, വല്ല രോഗമായിട്ട് കിടക്കുന്നവര്, അത് ഞാനിങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തും. അത് ഞാൻ തന്നെ ഒരാളെ അറിയിച്ചിട്ടോ ഒരാളോടും പറഞ്ഞിട്ടോ അല്ല അത് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ചോദിച്ചു വരുന്നവർക്കൊക്കെ കൊടുക്കാൻ നിർത്തി. എനിക്ക് പൈസ തരാനില്ലാത്തവർ വളരെ കുറവാണ്. എൻ്റെ ഈ വീട് ജപ്തി വരെ വന്നു, ആ കട ഞാൻ അവർക്ക് ഇട്ട് കൊടുത്തേനെ. അവരിന്ന് മാന്യമായിട്ട് ഇത് കേട്ടോണ്ട് കിടക്കാം. 1,40,000 രൂപയ്ക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്തു കൊടുത്ത് 200 രൂപ വെച്ച് വാടക തരാമെന്ന് പറഞ്ഞു. 10ന്റെ പൈസ എനിക്ക് തന്നില്ല, ഓട്ടോറിക്ഷ അവരെ പേരിലാക്കി. ഒരു തെളിവില്ല, അതല്ലേ പ്രശ്നം. തെളിവൊന്നുമില്ല, അതല്ലേ പ്രശ്നം. പിന്നെ അതിനകത്ത് ഒരുപാട് പൈസ അവരെ മരുമകൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി പ്രശ്നമാക്കി പറഞ്ഞ് കടം വീട്ടാനുള്ള പൈസ. പക്ഷെ ഞാനതൊക്കെ വിചാരിക്കുന്നത് ഒരു വസ്തുവിൽ പോയാൽ എനിക്ക് ദൈവം ഒരു വസ്തുവിൽ തരും. ഞാൻ ആരോടും ഇന്ന് ഈ സമയം വരെ 10 പൈസ ഒരാളോട് നുണ പറഞ്ഞ് മേടിച്ചിട്ടുമില്ല. തരാനില്ലാണ്ട് എനിക്ക് തരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ ഭഗവാന്മാരെ മുന്നിലിരുന്ന ഞാൻ പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയന്നിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സത്യസന്ധത കൊണ്ട്, എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഭഗവാന്റെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകണം. ആരും എനിക്ക് തരാനില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പുണ്യം എൻ്റെ അമ്മയെ മാന്യമായിട്ട് നോക്കാൻ. അവൾ എൻ്റെ കൂട്ടുകാരത്തിയാണോ, എൻ്റെ അനിയത്തിയാണോ, എൻ്റെ ആരാന്ന് എനിക്ക് പറയാനറിയില്ല. എൻ്റെ കസിൻ സിസ്റ്റർ അവള് അമ്മയെ നോക്കുന്നു. എവിടെ പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്തു. അവളുടെ മകൻ മുഖാന്തരമാണ്. അപ്പോൾ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. അവനൊരു കലാകാരനാണ്, അവന് സിനിമയിൽ എത്തിപ്പെടണം. സിനിമയിൽ അവന് പല ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവനതുപോലെ ഒന്ന് എത്തിപ്പെടണം എന്നുള്ളത്. അവൻ്റെ സമയമായില്ല, ആ സമയത്ത് അത് വരും. അവൻ അത് നല്ലൊരു ഇതാണ്. അവൻ കാരണമാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അതെനിക്ക് വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ അവൻ നേരെയാവട്ടെ. അപ്പോൾ അമ്മയുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ട്. ചേച്ചി, ഇപ്പം മലയാള സിനിമയില് അമ്മ ക്യാരക്ടേഴ്സ് ഒക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ ചേച്ചിക്കെല്ലാം വർക്ക് കുറവാണ്. എനിക്ക് മാത്രമല്ലല്ലോ, ഞാൻ ഈ കൂതറ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് കിട്ടുന്നുണ്ട്. ചേച്ചി കൂതറ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല ക്യാരക്ടേഴ്സ് മക്ക കൂതറ ആയിക്കോട്ടെ, എന്നാലും എനിക്ക് അങ്ങനത്തെ വേഷങ്ങളായതുകൊണ്ട് വല്ലപ്പോഴും ഈ ആനപ്പൂർ പോലെ കൊല്ലത്തിൽ ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ എനിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അമ്മ ക്യാരക്ടർ നല്ല അമ്മ മാത്രം ചെയ്യുന്നവർക്ക് ഒന്നുമില്ല. ഇപ്പൊ 10-20 വയസ്സായ കുട്ടികൾ തലയും ഒക്കെ നരപ്പിച്ച് കഴിഞ്ഞിട്ട് സെറ്റുമുണ്ടോ സാരിയോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ ആവുകയാണ്. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. നമ്മളെന്ത് പറയാനാണ്? അതിപ്പോൾ ചെയ്യുന്ന പ്രൊഡ്യൂസറുടെ ഇഷ്ടം അല്ലെങ്കിൽ ഡയറക്ടറുടെ ഇഷ്ടം. അതൊന്നും നമുക്ക് യാതൊന്നും പറയാനോ ചോദിക്കാനോ ഉള്ള അധികാരമില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഈ എഴുതുന്നവരുടെ പേനാ തുമ്പത്ത് ഈ ഏജുള്ള ക്യാരക്ടർമാരെ ഒന്ന് വെക്കുക. പിന്നെ ഈ അമ്മായിയമ്മ എഴുത്തിമാര് അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാരും അതൊന്ന് മനസ്സിരുത്തിയിട്ട് ഈ ഏജായ ആൾക്കാരെയൊക്കെ ഒന്ന് വെച്ചാൽ അവർക്കും കൂടി കഞ്ഞി കുടിച്ച് പോവാം. അതായത് അവർക്കൊക്കെ ഇപ്പം എനിക്കൊക്കെ ഈ സിനിമ അല്ലാണ്ട് വേറെ ഒരു തൊഴിലും അറിയില്ല, വേറെ ഒരു തൊഴിലിനും പോകാൻ പറ്റില്ല. പിന്നെ ഒരു കലാകാരി ആണെങ്കിൽ നമുക്ക് വേറൊരു തൊഴിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. അല്ല, വേറൊരു തൊഴിലും അറിയില്ല. പിന്നെ വേറെ ഇപ്പോൾ ഒരു ഗവൺമെന്റ് തൊഴിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ കൈത്തൊഴിൽ വല്ല ടൈലറിങ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കട ഇട്ട് ടൈലറിങ്ങിന് ഇരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ അവരത് പറഞ്ഞപ്പോൾ ഒക്കെ സമ്മതിച്ചായിരുന്നത്. അതുകൊണ്ട് എൻ്റെ വീട് വരെ ജപ്തിക്ക് വന്നു. പക്ഷെ അതൊക്കെ ഞാൻ വീട്ടിട്ടു. ഞാൻ ആരോടൊക്കെ മേടിച്ച് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ ആർക്കും ഒന്നും കൊടുക്കാനില്ല. കൊടുക്കാനുള്ളതൊക്കെ ഞാൻ വീട്ടും. എനിക്ക് ആരുടെയും ബാധ്യത വേണ്ട. മരിച്ചു പോകുമ്പോൾ സുഖമായിട്ട് പോകണം. അവള് ചത്തുപോയി പണ്ടാറടക്കാൻ എൻ്റെ കാശ് കൊണ്ട് അവളെ നെഞ്ചത്ത് വെച്ചു എന്ന് പറയാനിട വരുത്തരുത്. ആർക്കും ഇല്ല, എല്ലാവരും. പിന്നെ ചേച്ചി അന്നത്തെ അതായത് ആദ്യ തലമുറയിലുള്ള അഭിനേതാക്കളുടെ കൂടെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള തലമുറയുടെ കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ തലമുറയും ഈ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേച്ചിക്ക്? അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ തലമുറയും അല്ല, പണ്ടൊക്കെ ക്യാരവാൻ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് ക്യാരവാൻ, എല്ലാവർക്കും ക്യാരവാൻസ് ഉണ്ട്. അപ്പൊ ഷോർട്ട് കഴിയുമ്പോൾ ഉള്ളിൽ പോയി ഇരിക്കും, സോഷ്യലൈസിങ് ഇല്ല എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ.
അത് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല അങ്ങനെയല്ല, അതിപ്പം അന്നെന്ന് പറഞ്ഞാൽ കാരവനില്ല. അപ്പൊ അതുകൊണ്ട് പുറത്തിരിക്കുമ്പോ എല്ലാരും വർത്താനം പറയും. ഇന്നിപ്പോ കാരവൻ വരുമ്പോ ആരാരാ കാരവൻ വെച്ചാൽ അതിനകത്ത് കയറിയിരിക്കും. അതിപ്പോ അല്ലെങ്കിലും ഒരു പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, അതൊക്കെ ഇച്ചിരിശൊക്കെ കാണിക്കുന്നവരുണ്ടാവും, കാണിക്കാത്തവരുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ആരോടാണെങ്കിലും ഹീന്ന് കേട്ടും അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കും, അത്ര മാത്രം. അതിലൊന്നും ഇപ്പൊ നമ്മളോട് ഇപ്പം അന്നത്തെ തലമുറ എങ്ങനെ പെരുമാറണം, ഇന്നത്തെ തലമുറ എങ്ങനെ പെരുമാറണം എന്നല്ല. എനിക്ക് എൻ്റെ ഒരു ഒറ്റ തീരുമാനം, എനിക്ക് വർക്കുണ്ടാവണം, എൻ്റെ അമ്മയെ പോറ്റണം, പൈസ കിട്ടണം, എനിക്കത് മാത്രമേ ഉള്ളൂ. ആര് എങ്ങനെ പെരുമാറി, ഇനി 10 പേര് കൂടിയിട്ട് ഒരു കാരവനിൽ കയറിയാലും ശരി, 10 കാരവനിൽ ഒരാൾ കയറിയാലും ശരി, എനിക്ക് അങ്ങനെ ഒരു ഡ്രസ്സ് മാറാൻ എന്തെങ്കിലും കിട്ടിയാൽ ഞാനും കയറും ഇരിക്കും. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ പോയാൽ പാർട്ടി കാരവൻ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ കാരവനിലേക്ക് ഒരാൾക്കൊന്ന് ഡ്രസ്സ് മാറണമെങ്കിലോ വേറെ ജൂനിയർ ആർട്ടിസ്റ്റ് വരണമെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ പറയും അയ്യോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ കയറി എനിക്ക് മാറുമെന്തോ ചെയ്ത് പോയിക്കോന്ന് പറയും ഞാൻ. അപ്പോൾ മലയാളത്തിലുണ്ട് കാരവനൊക്കെ. ഇപ്പൊ അത് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ നാള് ഈ പടത്തിൻ്റെ പ്രമോഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് 2-3 പ്രൊഡ്യൂസറുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ ഒരു കൺട്രോളർമാർ, പക്ഷേ ഈ കൺട്രോളർമാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലുള്ളവർ ഇതല്ലാണ്ട് ജീവിത മാർഗം നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ കുറേ പൈസ കുറച്ചിപ്പോൾ ഞാൻ 10 രൂപ എന്ന് പറഞ്ഞാൽ, ഈ 10 രൂപ എന്ന് പറയുമ്പോൾ അവർ 5 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല, അത്രയും കുറച്ച് ഞാൻ പോയിട്ടില്ല. പട്ടിണി എൻ്റെ വീട്ടിൽ ഞാൻ കിടന്നിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അപ്പം അവർ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശരി ആ 5 രൂപയ്ക്കായാലും അവർ വരും, അപ്പം അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ളൊരു മാർഗം കൊടുക്കട്ടെ. നേരെ മറിച്ച് അല്ലാത്ത ചെറുപ്പം പിള്ളേർക്ക് അവർക്ക് ഈ വർക്ക് അല്ലെങ്കിൽ നാളെ വേറെ വർക്കുണ്ട്, അപ്പം അവർക്ക് ഇവർ കയറ്റി കൊടുക്കും, അല്ലാത്തവർക്ക് ഇവർ വളരെ താണം ഇതിൽ കൊടുക്കും. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ കൊള്ളാം, നല്ലത്. ഇപ്പം മുകേഷ് കൊണ്ട് എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേന്ന്. അതേ മുകേഷ്, എനിക്ക് ഞാൻ തന്നെയാ പാര. ഇപ്പം ഇതെനിക്ക് പാരല്ലേ, എനിക്ക് ഞാൻ തന്നെ പാര പണിയണേ. കാരണം അതൊക്കെ എല്ലാവരും ഒന്ന് നിയമിച്ച് ഒരു അമ്മ ക്യാരക്ടർ എഴുതുക, അമ്മ ക്യാരക്ടർ കൊടുക്കുക എന്ന് കരുതി ലോകത്തില്ലാത്ത പൈസ പറഞ്ഞാൽ അവർക്കറിയാലോ. അപ്പൊ അങ്ങനെ ഇവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ അവര് പറഞ്ഞ ഡിമാൻഡ് ചെയ്യുന്ന പൈസ കൊടുത്തിട്ടാണ് 5 പേര് 6 പേരാണ് അവരുടെ ആയമാർക്ക് അസിസ്റ്റന്റുമാർക്ക് കൊടുക്കുന്ന പൈസ തരുന്നില്ല ഇവിടെ ഒരു ആർട്ടിസ്റ്റിന്. അതിനവർക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ഉള്ള മലയാളി ആർട്ടിസ്റ്റുകൾ അവർക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മളത് വല്ലതും പറഞ്ഞാൽ പെട്ടുപോയി, അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിക്കുക സ്വയമായിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിയാന്നുണ്ടെങ്കിൽ, വല്ല ടൈലറിംഗ് പണി എനിക്ക് അറിയാന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു കടട്ടിരുന്നേനെ സത്യമായിട്ട്. അതുപോലെ തന്നെ മാസങ്ങളായിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ട്. പക്ഷെ എങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകണം, എല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട്, എല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട്, എല്ലാം ഭഗവാൻ നടത്തി തരുന്നുണ്ട്. ഇനി അതുപോലെ നടത്തുന്നുള്ളൊരൊറ്റ വിശ്വാസമാണ് എനിക്ക്. അമ്മയെ പൊന്നുപോലെ നോക്കണം. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. എന്ത് കാര്യം പറയുമ്പോഴും ചേച്ചി അമ്മയുടെ കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവിടെ വന്നപ്പോഴും കണ്ടു ചേച്ചി അമ്മേനെ നോക്കുന്ന രീതി. അല്ല ഇപ്പത്തെ തലമുറയ്ക്ക് ഇപ്പം എല്ലാരും വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവിടുന്നൊരു സമയം. ആർക്കും അമ്മമാരെ നോക്കാനോ അച്ഛന്മാരെ നോക്കാനോ സമയമൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ നേരെ വ്യത്യസ്തമായിട്ട് ചേച്ചി എന്ത് പറയുമ്പോഴും അമ്മ 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 എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സമയ സന്ദർഭം വരും. എപ്പോഴാന്നറിയാവോ, അവരുടെ അമ്മമാരെ അവര് ഗുരുവായൂർക്ക് പോവാന്നും പറഞ്ഞാൽ നടക്കെ കൊണ്ടിറക്കണു, ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കണു. അങ്ങനെ ഒരു സമയത്ത് അവരുടെ മക്കൾ അവരെ കൊണ്ടിറക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതെന്താന്നുള്ളത്. നാളെ 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 എന്നുള്ളത് ആ നാളെ അവസാനിക്കുന്നില്ല, ആ നാളെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നാളെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. ആ നീളത്തിൽ അവർക്ക് മനസ്സിലാവും എപ്പോഴാണെങ്കിലും അമ്മ അമ്മ തന്നെയാണ്. ആ ഒരു അമ്മ ഒരു മക്കളെ, എല്ലാവരും പറയും പെണ്ണുങ്ങൾ പ്രസവിച്ചാലേ അമ്മയുടെ ദുഃഖം അറിയുള്ളൂ. ഒരിക്കലും അല്ല. അമ്മക്കൊക്കെ ആലോചിച്ചാലറിയാം. നമ്മൾ ആ വയറ്റിൽ കിടന്ന് 10 മാസം 10 മാസത്തിൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ആ വയറിൻ്റെ ഉള്ളിൽ നമ്മളെ കിടത്തി ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ് ആ വേദന സഹിച്ച് പ്രസവിച്ച് ആ കുട്ടിയുടെ തീർത്തും മൂത്രം തിന്നാണ് അവർ വളരുന്നത്. അതിനൊന്നിന് മാത്രം ആവുന്നത് വരെ അവർ എന്തുമാത്രം കഷ്ടപ്പെടണം. അതെന്തുകൊണ്ട് ഇവരെ മനസ്സിൽ വരാത്തത്? ഇപ്പം ഞാൻ പറയണ പലരും ഇപ്പോൾ കുട്ടി പറഞ്ഞത് ശരിയാണ്, കാനഡയിലാണ് ഇല്ല അമേരിക്കയിലാണ്, അപ്പുറത്താണ്. വേണ്ട വേണ്ട, അവർക്ക് സമയം വേണ്ട. ആ വീട്ടിൽ ഒരു സർവന്റിനെ വെച്ചൂടെ? ഇന്ന് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. അത് നല്ലൊരാളെ വെച്ച് കൊടുത്തൂടെ? അതെന്താ ചെയ്യാത്തത്? അപ്പൊ ഈ അനാഥാലയത്തിൽ എന്തിനാ കൊണ്ടാക്കണേ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇവള് വരുന്നതിന് മുമ്പ്
അതായത് നമ്മൾ വെള്ളപ്പൊക്കത്തിന് മുമ്പ് എൻ്റെ അമ്മയ്ക്കൊരു ഭയങ്കര വയ്യായി വന്നു. അമ്മ ഹോസ്പിറ്റലിൽ യാതൊരു രക്ഷയില്ലായിരുന്നു. വർക്കിന് പോകാൻ നിവൃത്തിയില്ല. ഷിബു എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവർ. അവനേതാണ് ഞാൻ ജീവിതത്തിൽ മറക്കാതെ കൊണ്ട് നടക്കണം. പക്ഷെ അതൊന്നുമില്ല. അപ്പം എന്തായാലും അന്ന് അവന് എൻ്റെ ദേഹത്തിൻ്റെ അമ്മയുടെ ദേഹത്ത് മൂത്രമായതുപോലെ അവൻ്റെ ദേഹത്തുമായിട്ടുണ്ട്. അങ്ങനെ അമ്മേനെ ആസ്പത്രിയിൽ നിന്ന് വിട്ട് ഞാനും ഇവനും കൂടി സകല അനാഥാലയത്തിന് മുന്നിൽ നടന്നു. എങ്ങനെയെന്നറിയോ, അമ്മ അവിടെ ആക്കി പോരൂല. ഞാൻ പറയും അമ്മ ഇവിടെ ആക്കാം, ഞാൻ പൈസ തരാം, വർക്കുള്ളപ്പം മാത്രം ഞാൻ വർക്കിന് പോകും, നിങ്ങൾ നോക്കുക. എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാനും ഇവിടെ തന്നെ. ഞാനും അമ്മയുടെ കൂടെ എനിക്കും അമ്മയ്ക്കും കൂടി അനാഥാലയം തേടി ഒരുപാട് പടികൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് എല്ലാവരും അവിടെ അനാഥാലയം ഇവിടെ അനാഥാലയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ചെന്ന് മുട്ടിയാൽ ഒരു വാതിലും തുറക്കില്ല. അപ്പൊ അവര് പറയാ, ഞാൻ പറയും പൈസ തന്നിട്ട് ഇവിടെ നോക്കില്ല. ഞാൻ പറയും എന്നാ വേണ്ട, പൈസ വേണ്ട, ഞാനും കൂടി ഇവിടെ നിൽക്കാം. ഇതില്ല, ഇങ്ങനെ കിടക്കണ രോഗീനെ നോക്കില്ല. അപ്പൊ ഈ കിടക്കുന്ന രോഗീനെ നോക്കാൻ നടക്കണ രോഗീനെ പിന്നെ അവർ നോക്കിയില്ലേ ആരെങ്കിലും നോക്കിക്കോളില്ലേ. അങ്ങനെ എനിക്ക് ഇവിടെ തിലകൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു, വേണി തിലകൻ. അവർക്ക് അനാഥാലയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോൾ പിന്നെ അവരാണ് നോക്കി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ സ്ഥിരം ആളെ നിർത്താൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സ്നേഹാഞ്ജലി എന്നുള്ള സീരിയലിന് പോകുമ്പോൾ അമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇച്ചിരി മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് അമ്മയെ വിട്ടിട്ടുള്ള ഒരു കേസും എനിക്കില്ല. അതാണ് അമ്മയുടെ അനുഗ്രഹമാണ്. ഇന്നിപ്പോൾ എനിക്ക് ഇതൊന്നും അറിയണ്ട. ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞേ, ഞാൻ ഇവിടെ കാര്യം എവിടെയും പറയും, ഞാൻ നമ്മുടെ കാര്യം ചോദിക്കുമ്പോൾ. അപ്പോൾ ഒരാളെന്നോട് അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പിന്നെന്താ, ഇത് TV എന്തൊക്കെ ക്യാമറ ഉണ്ടോ വീട്ടിൽ വെച്ചു? ഞാൻ പറഞ്ഞ ക്യാമറ ഇല്ല, വേണം ഒരു ക്യാമറ വെക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയില്ലല്ലോ ചേച്ചി പോകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുക. അപ്പം ഞാൻ പറഞ്ഞു അത് കാര്യം ശരിയാണ്, ഒരു ക്യാമറ വെക്കണം ഇനി. കാരണം എന്തൊക്കെയാണ് നടക്കുക നമുക്കറിയില്ലല്ലോ. അത് നല്ല കാര്യമാണ്. അവർ നല്ല കാര്യം പറഞ്ഞതാട്ടോ. പലയിടത്തും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, നോക്കാൻ നിൽക്കുന്നവരെ. അപ്പം ഞാൻ പറഞ്ഞു ക്യാമറ വെക്കണം, എന്നിട്ട് വേണം അവള് വല്ല ആസ്പത്രിയിലോ പുറത്തോ പോയി വരുമ്പോൾ അമ്മയും ഞാനോടില്ല യുദ്ധം അവള് കണ്ടിട്ട് അവളെ എന്നെ തല്ലാൻ പറഞ്ഞു. അവൾക്ക് എൻ്റെ ഇതിലേക്കാക്കിയ പോകാൻ വിശ്വാസമില്ല. എനിക്ക് വേഗം ദേഷ്യം വരും. അപ്പൊ ഞാൻ ഒച്ചയെടുക്കുകയുള്ളൂ. പണ്ട് ഞാൻ തിരുമ്പുമായിരുന്നു അങ്ങനെ കയ്യിലൊക്കെ, പണ്ട്. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ ഒന്നും വയ്യ, അപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ ഒച്ചയെടുക്കും. എന്തിനാ അങ്ങനെ ഒച്ച പറയണത്? ഒക്കെ പറഞ്ഞാലേ ചിലപ്പോൾ കേൾക്കുള്ളൂ, അതുപോലെ ഒക്കെ ഇഷ്ടല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറയും. കാരണം എൻ്റെ അമ്മ കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ സർവസ്വം എൻ്റെ അമ്മ. ചേച്ചി മലയാള സിനിമയിൽ നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിലേക്ക് ചെല്ലുമ്പം നമ്മുടെ എല്ലാവരും ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചു. എല്ലാവരുടെയും ഒരു സ്വപ്നമാണത്, അങ്ങനെ രജനി സാറിന്റെ കൂടെയൊക്കെ അഭിനയിക്കുക എന്നുള്ളത്. അപ്പം ചേച്ചിക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പം ഇവിടെ നിന്ന് മലയാളത്തിലെ മോഹൻലാൽ, മമ്മൂട്ടി അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് രജനീകാന്തിന്റെ കൂടെ അഭിനയിക്കാൻ പോയി, അഭിനയിച്ചു. ആ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? എക്സ്പീരിയൻസ് അഭിനയം എല്ലാം ഒരേപോലെ തന്നെ, തമിഴ് മലയാളം എന്നുള്ള വ്യത്യാസം. അല്ല, അവരുടെ ക്യാരക്ടേഴ്സ്. അതെ, ഇനിയിപ്പോ അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ കാര്യങ്ങളും മലയാളം തമിഴ് വെച്ച് നീയും കൂടി എനിക്ക് പാര പണിയാൻ വന്നിരിക്കുകയാണല്ലേ, മുഖത്ത് വെച്ച് പാര പണിയാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് അത് പറഞ്ഞത് ഞങ്ങൾ കേട്ടതാണെന്ന് പറയാനാ. അയ്യോ അങ്ങനെയല്ല ഞാൻ ചോദിച്ചതാണ്. ആഗ്രഹം ഉണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും. ഞാൻ ഇതൊന്നും സ്വപ്നം കാണാത്ത ഒരു കാര്യമാണ്. ഞാൻ ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്നെ സ്വപ്നം കാണാത്ത കാര്യമാണ്. അത് ഈ സിനിമയിൽ ഇപ്പം ഞാൻ അഭിനയിച്ചതോ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും മലയാളത്തിൽ ഒരുവിധം എല്ലാവരും കൂടി അഭിനയിച്ചു. പക്ഷെ ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ചില്ല. അത് അഭിനയിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ കാളിദാസന്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രണവ്, പിന്നെ എനിക്ക് ദുൽഖറിന്റെ കൂടെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവരെല്ലാവരും കൂടെയുണ്ട്. കാരണം ഞാൻ ദുൽഖറിനെ ഒരു പ്രാവശ്യം ദുൽഖറിനെ കാണാനായിട്ട് ഞാനൊരു ലൊക്കേഷനിൽ പോയി. പിന്നെ മണിയമ്പിള്ളയുടെ മോന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ഞാൻ അവനെ വിളിച്ച് പറയുകയും ചെയ്തു, മണിയമ്പിള്ളനെ. പിന്നെ എന്റെ പേരക്കുട്ടി, അവനും പേരക്കുട്ടിയായിട്ട് അഭിനയിച്ചു. മണിയമ്പിള്ളി എന്റെ പേരക്കുട്ടിയായിട്ട് അഭിനയിച്ചു. അവന്റെ മകനും എന്റെ പേരക്കുട്ടിയായിട്ട് അഭിനയിച്ചു. അത് ഞാൻ പറഞ്ഞു, മണിയനെ നീയു പേരക്കുട്ടിയായിട്ട് അഭിനയിച്ചു, നിന്റെ മകനും എന്റെ പേരക്കുട്ടിയായിട്ട് അഭിനയിച്ചു. അതെനിക്കൊരു മഹാഭാഗ്യം തന്നെയാണ്, അച്ഛനും മകനും പേരക്കുട്ടികളായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാല്. പിന്നെ രജനീകാന്തിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ പലരും പറയുന്നുണ്ട്. ഞാൻ രജനീകാന്തിന്റെ കൂടെ മുമ്പേ അഭിനയിച്ചു. അത് ചീത്ത പറഞ്ഞൊരു സീനായിരുന്നു. അതിപ്പോൾ ഇത്രയും വർഷമായി എന്ന് പറയാൻ കാര്യം അവരന്ന് അത് ഇട്ടു. 27 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ദളപതിയുടെ കൂടെ കൊളപ്പുള്ളി ലീല ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. ഇന്നിപ്പോൾ ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്തു എന്നും പറഞ്ഞാൽ അവരിടുമ്പോഴാണ് ഞാൻ ആ കൊല്ലങ്ങളും കണക്കുകളൊക്കെ അറിയുന്നത്. ഇതൊക്കെ ചെയ്യാൻ കാരണം
എൻ്റെ അമ്മയുടെ അനുഗ്രഹവും എൻ്റെ ഭഗവാന്റെ അനുഗ്രഹവും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് വിജയുടെ കൂടെ ശശികുമാർ, പിന്നെ മറ്റേ GV പ്രകാശ്, രജനി സാറ്, പിന്നെ മരിച്ചുപോയി അയാളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റിയ പേരെ മറന്നുപോയി, അത് തെറിയിലൊക്കെ വില്ലനായിരുന്നു അദ്ദേഹം. എൻ്റെ പേര് ഞാൻ എപ്പോഴും പറയും, 3 അക്ഷരമേ ഉള്ളൂ, അപ്പോൾ പേര് ഞാൻ എപ്പോഴും മറന്നു. അപ്പം അങ്ങനെ കുറേ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇപ്പം സൂര്യയുടെ അനിയൻ്റെ ഒരു പടമാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം 4 പടം ഇപ്പം റിലീസ് ആവാനുണ്ട്. ഇപ്പം യോഗി ബാബുവിൻ്റെ ബോട്ട്, യോഗി ബാബുവിൻ്റെ കൂടെ 3 പടത്തിലെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം യോഗി ബാബുവിൻ്റെ മുത്തശ്ശിയായിട്ടാണ് അതിൽ ചെയ്യുന്നത്. ബോട്ട് എന്നാണ് ആ മൂവിയുടെ പേര്. പിന്നെ ചിമ്പുദേവ്. അപ്പോൾ പിന്നെ വിശാൽ വെങ്കട്ട് എന്ന് പറഞ്ഞ ഒരാളുടെ പടം ചെയ്തു. അതിൽ മറ്റേ അർജുൻ ദാസ്, മറ്റേ വലിയ വയസ്സുള്ളതില്ലേ, ചെറുപ്പം പയ്യൻ വലിയ അവൻ പിന്നെ ഒറ്റപ്പാലത്ത് എങ്ങാണ്ടാണ് അവരെ തറവാട്, അവൻ നായകനായിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചെയ്തു. അത് എൻ്റെ കഴിവേ അല്ല, ഞാൻ ആരുമായിട്ടല്ല. ഒന്നാമതായിട്ട് എൻ്റെ അമ്മയുടെ അനുഗ്രഹം, രണ്ടാമത് ഭഗവാൻ തന്നൊരു ഇത്, പിന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും എനിക്കുള്ള ആ ഒരു സ്നേഹം, അവരുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ മരണം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ഈ വർക്ക് ചെയ്ത് തന്നെ എനിക്ക് ജീവിതം മുന്നോട്ട് പോകണം. വേറെ ഒരാഗ്രഹവും ജീവിതത്തിലില്ല. ഇവന്റെ കൂടെ ഒന്ന് അഭിനയിക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ദുൽഖറിന്റെ കൂടെ. അത് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എല്ലാ മക്കളും ഉണ്ട്, പക്ഷെ എല്ലാവരും ഇഷ്ടമാണ്. ഒരു ഇത് ഉണ്ട്. വളരെ പെട്ടെന്ന് അഭിനയിക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിലാക്കിയത് ആർക്കും പറയാലോ. എല്ലാരെയും കുട്ടികളുടെ കൂടെ അഭിനയിക്കാൻ. അപ്പൊ അവരുടെ ഒക്കെ കൂടെ ഇപ്പൊ ജയറാമിന്റെ മകനാണ് കാളിദാസൻ, ജയറാമിന്റെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ മകന്റെ കൂടെ അഭിനയിക്കാൻ തന്നെ നമുക്കതൊരു ക്രെഡിറ്റ് അല്ലേ. ഇപ്പൊ മണിയമ്പിള്ളയുടെ കൂടെ അഭിനയിച്ചു, മണിയമ്പിള്ളയുടെ മകന്റെ കൂടെ അഭിനയിച്ചു. പിന്നെ ഇപ്പൊ മറ്റുള്ള ഇവരുടെ ഒക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു, പ്രണവിന്റെ കൂടെ അഭിനയിക്കാൻ നമുക്കൊരു ആ തലമുറയും 2 തലമുറയും ആവുക. ഇപ്പൊ മണിയമ്പിള്ളയുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ മണിയമ്പിള്ള എന്റെ പേരക്കുട്ടിയായിട്ടാണ്, മകനും എന്റെ പേരക്കുട്ടിയായിട്ടാണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു ഏറ്റവും വലിയൊരു ഇതല്ലേ. ഒക്കെ ദൈവം തന്നു. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ കിടന്ന ആ ഗർഭപാത്രത്തിന്റെ പുണ്യം ആണ് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇപ്പൊ ഇലക്ഷന്റെ ഒരു സമയമാണല്ലോ, ഇലക്ഷനൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ചേച്ചി എങ്ങനെ വോട്ടൊക്കെ ചെയ്യാൻ പോവാറുണ്ടോ? ഞാൻ വോട്ട് ചെയ്യാൻ പോകും എല്ലാ പ്രാവശ്യവും. ഞാൻ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ പോകും. ഒരു പ്രാവശ്യം ഞാൻ ചെന്നൈയിലിരുന്ന് പോകാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പോകും. അല്ലെങ്കിൽ നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ പോകും. നമ്മളൊരു പൗരനല്ലേ, നമ്മുടെ വോട്ടവകാശം നമുക്കുള്ളതാണ്. അത് നമ്മൾ ചെയ്തിരിക്കണം. അത് ആർക്ക് എന്ത് ഏതാ എപ്പോ എന്നുള്ളതല്ല. വോട്ട് നമ്മൾ കുത്തിയിരിക്കണം, അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതെനിക്ക് വോട്ട് കിട്ടിയ കാലം മുതൽ മുടങ്ങാതെ ചെയ്യുന്നു. ഞാൻ പാർട്ടി പറയില്ല. പാർട്ടി പറയില്ല എന്നല്ല, വേറൊന്നുമല്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പാർട്ടി പറയാൻ പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തുറന്ന് തന്നെ പറഞ്ഞേനെ, തുറന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പം അതൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ തുറന്ന് പറയില്ല. പക്ഷെ എന്തായാലും ഭരിക്കുന്നവര് കുറേയും കൂടി ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ അത്രയും നല്ലത്. ഇപ്പൊ പലരും 1400 രൂപ പെൻഷൻ കിട്ടാതെ വന്നിട്ട് പലരും ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. 1-2 പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് 500 രൂപ മരുന്ന് വാങ്ങാനും. പെൻഷൻ കിട്ടിയില്ല, എത്രയും നാളായി കിട്ടിയിട്ട് മരുന്ന് വാങ്ങാൻ നിവർത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഇപ്പം അത്രയല്ലേ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ ആരാണെങ്കിലും അതെല്ലാം ഒന്ന് നോക്കിക്കണ്ട് ചെയ്താൽ ആ പാവങ്ങൾക്ക് അത്രയും എത്രയും 1400 രൂപയല്ലേ പെൻഷൻ കൊടുക്കുന്നതുള്ളൂ. അതുകൊണ്ട് എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിനേക്കാളും എത്രയോ പണം വേറെ പലതരത്തിലും പലർക്കും ചെലവാകുന്നുണ്ട്. പിന്നെ ചേച്ചി, ഞാൻ അതിൻ്റെ ഒരു ട്രോള് ഉണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ അടിക്കുന്ന ഒരു ട്രോള് ഭയങ്കരമായിട്ട് വൈറലായിരുന്നല്ലോ. ചേച്ചി കണ്ടായിരുന്നു ആ ട്രോള്? ആ ട്രോള് അങ്ങനെ എനിക്ക് പലരും അയച്ചു തരാ ചെയ്തത്. അപ്പൊ ഞാൻ തിരിച്ചു അത് അവരിങ്ങനെ ഇതിന്റെ എന്തോ പറഞ്ഞു തരുമ്പോ എന്തോ ഒന്ന് പറഞ്ഞിട്ട് മൂവിയിലെ കുഞ്ഞിരാമായണം വാർത്തയില് അവൻ പോയിട്ട് കുറെ നാൾ കഴിഞ്ഞ് വരുമ്പോ ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നതാണ്. അപ്പൊ പിന്നെ ഡയറക്ടറിനെ ചാടി അടിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ ചാടി അടിക്കാന്ന് പറഞ്ഞു.
അപ്പൊ എനിക്ക് അയച്ചു തന്നത്. അപ്പം പിണറായി ഇങ്ങനെ കൈകൊണ്ട് എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോ അടിക്കുന്നത്, ചാടി അടിക്കുന്നത്, കുഞ്ഞിരാമായണത്തിലെ അവനെയാണ് അടിക്കുന്നത്. മാറ്റിയിട്ട്. അപ്പൊ അതെന്നെ എല്ലാരും കാണിച്ചു തന്ന. അപ്പൊ എന്നെ ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് ട്രോള്, എത്രയോ. അപ്പൊ നമ്മളൊരു നമ്മുടെ ഒരു ട്രോളൊക്കെ വരുമ്പോ എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ പറയുന്നത് എന്താ പറയാ, നമ്മൾക്ക് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, നമ്മളുടെ നന്മകളാണല്ലോ അവര് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു 10 പേര് ട്രോള് കാണുമ്പോ എന്നെ അറിയല്ലേ ചെയ്യുന്നത്. അല്ല, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ആരെ അടിച്ചാലും ചെയ്യും. നമ്മൾ സിനിമ ചെയ്യുന്നു, സിനിമയിൽ എന്ത് ക്യാരക്ടർ പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ കേട്ടോ. എന്ത് ക്യാരക്ടർ എന്ന് ഞാൻ പറയുമ്പോ പലരും കേൾക്കുമ്പോ പലതും വിചാരിക്കും. അങ്ങനെയില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പറ്റുന്നതല്ല, നമ്മൾക്ക് മിതമായ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. തുണിയും പണവും, മുട്ടയിൽ താഴെയുള്ള തുണി, പിന്നെ പണം കൈ നിറച്ചു, അതേ ഉള്ളൂ. അല്ല, സിനിമ എന്നൊക്കെ പറയുമ്പോഴേ ഒരു ഗ്ലാമറസ് വേൾഡ് ആണ്. അപ്പൊ എല്ലാവർക്കും ഫെയിം വേണം, പൈസ വേണം, രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ട് നമ്മുടെ ഡ്രസ്സ് എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത്. അതിന് ബ്ലൗസ് ഇല്ലാത്ത മറ്റൊന്നും അങ്ങനെ. ഇപ്പൊ നാള് ബ്ലൗസ് ഇല്ലാത്തതല്ല, ഇത് ബോട്ട് എന്നുള്ള മൂവിയിൽ. അപ്പം അവരുടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരിതാണ്. അപ്പൊ കൈ ഇത്രയും സ്ഥലം കാണും നമ്മളുടെ, അതെനിക്ക് അറിയില്ലായിരുന്നു. ഇവിടുന്ന് കോസ്റ്റ്യൂം ഒന്നും പറഞ്ഞില്ല. അവിടെ ചെന്നത് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ഇല്ല, അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നോക്കുമ്പോൾ വലിയ ഇതില്ല, ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ ചെയ്യാതിരിക്കാൻ വലിയ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു സിനിമ ഇരുന്നപ്പോൾ ഡയറക്ടറോട് പറഞ്ഞു, ഞാൻ ഇതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതെന്താ പറയുന്നത്, ഇത് പറഞ്ഞ പാട്ടി വരില്ല, അതുകൊണ്ടാണ് പറയാഞ്ഞത്. അപ്പോൾ അല്ലാണ്ട് എനിക്ക് ഒന്നും ഇതായില്ല. സ്ലീവ്ലെസ് പോലും ഞാൻ ഇടാറില്ല. അപ്പൊ അങ്ങനത്തെ കെട്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇടാറില്ല. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഒരുപാട് നടന്മാരൊക്കെ പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഇല്ല. ഞങ്ങള് ഒരു പ്രാവശ്യം വന്ന് ഗണേശൻ നിൽക്കുന്ന സമയത്ത് കുറേ വർഷം മുമ്പ് ഞങ്ങൾ തിരുവനന്തപുരം, അതിലൊക്കെ ഞാൻ അന്ന് അവിടെ ആയിരുന്നു താമസം. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം, അവരുടെ ആ ഭാഗത്തൊക്കെ. അല്ലാണ്ട് ഇപ്പം അങ്ങനെയൊന്നും പോകാറില്ല. ഞാൻ നാടകത്തിന് പോണ സമയത്ത് ഏറ്റവും വലിയ കോമഡി ചെയ്യുന്നത്, അതായത് ഒരു ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് വിളിച്ച് അനൗൺസ് ചെയ്യും. അനൗൺസിനായി പോയി. അപ്പം 1000 രൂപയാണ് അന്ന് അനൗൺസിന് പോയി. രാവിലെ പോയിട്ട് നമ്മൾ 6 മണിക്ക് പോകണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം, വണ്ടിയായിട്ട് വരും. വൈകുന്നേരം 8 മണിക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുള്ളൂ. 7 മണിയാകുമ്പോൾ പെണ്ണുങ്ങളായിക്കൊണ്ട് ഉണ്ടാക്കും. അപ്പൊ ആദ്യത്തെ ദിവസം അനൗൺസിന് പോയി. അപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്നു, അയ്യോ ലീല അതിനും പോയില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, എന്ത് പണി ലീല ചെയ്തത്. എനിക്ക് 1000 അവർ തന്നുള്ളൂ. അവരുടെ നിങ്ങൾ 1500 രൂപ അവർ തന്നു, നിങ്ങൾക്ക് തരാൻ പറ്റുമോ, ഞാൻ നാളെ വരാം. അപ്പൊ ഞങ്ങൾക്ക് വരും. പിന്നെന്താ, അനൗൺസ് ആർക്കും ചെയ്യാലോ, വോട്ട് ചെയ്യുന്നത് പോലെയല്ലല്ലോ. ഇവര് 1500 രൂപ തന്നു. അന്ന് വൈകുന്നേരം വീട്ടിൽ മറ്റേ പാർട്ടിക്കാരോ എന്ത് പണിയാ ചെയ്തത്, അങ്ങനെ ഇങ്ങനെ, നിങ്ങൾക്ക് വരണോ, അവനിക്ക് 2000 രൂപ തന്നു. ആ 2000 നിങ്ങൾക്ക് തരാൻ പറ്റും, തരാം, ശരി, അവർക്കും പോകും. നമ്മള് പ്രചരണത്തിന് പോണതും നമ്മൾ അനൗൺസ് ചെയ്യുന്നതും അതൊക്കെ വേറെ. വോട്ട് ചെയ്യുന്നത് നമ്മളുടെ ഹൃദയത്തിലാണ്. അത് നമ്മളുടെ പാർട്ടി നമ്മളുടെ ഹൃദയത്തിൽ. അത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളോടൊപ്പം ആ പാർട്ടി മണ്ണിനടിയിൽ പോകുള്ളൂ. അത് തുറന്ന് നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത് പറയില്ല. അത് എന്ത് തന്നെയാണെങ്കിലും ശരി, വോട്ട് ചെയ്യാൻ പോകില്ല, വോട്ട് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ അവകാശം. ഒരു പൗരൻ എന്നുള്ളതിന് 18 വയസ്സ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ഇതാണ്. ചേച്ചിക്ക് അറിയായിരിക്കുമല്ലോ സത്യഭാമ വിഷയം ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ എങ്ങനെ നിന്നോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പിന്നെ ഞാൻ കണ്ടിട്ട് ട്രോളിലൊക്കെ ചേച്ചിയുടെ ഫേസ് വെച്ചിട്ടുള്ള ഇതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സത്യഭാമ വിഷയത്തില് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? സത്യഭാമ വിഷയത്തില് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ പറയാൻ പറ്റൂല. അവളെ നേരിൽ കാണുകയാണെങ്കിൽ മുഖത്ത് നോക്കി 2 പറഞ്ഞ് 2 ആട്ടുവാട്ടി 2 അടിയും കൊടുക്കാനാ തോന്നുന്നത്. പക്ഷെ അതിനിപ്പോ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഈ കറുപ്പും വെളുപ്പുമാണ് മനുഷ്യരിലുള്ളത്. അല്ലാണ്ട് ചുവന്നൊരു കുട്ടി ജനിച്ചു എന്നാരെയും പറയുന്നുണ്ടോ, നീലൊരു കുട്ടി ജനിച്ചു എന്നാരെയും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ആ കുട്ടി കറുത്തിട്ട്, ഇല്ലെങ്കിൽ ആ കുട്ടി വെളുത്തിട്ട്. പിന്നെ ചുവപ്പും നീലൊക്കെ വല്ല ദൈവാവതാരങ്ങൾ ആവണം. പക്ഷെ ഇവള് ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യങ്ങൾ ചിന്തിക്കണം. ഇവളെ കുടുംബകഥകൾ പലതും ഇപ്പൊ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ മോഹിനിയാണ് മോഹിനിയാട്ടം ആടുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ എവിടെ അപ്സരസുകൾ എവിടെയാണ് നടക്കുന്നത്, അവിടെ പോയി മോഹിനിമാരെ വിളിച്ചോണ്ടാ പോലെ. ഇവള് മോഹിനിയാണോ? വളിഞ്ഞ മോന്തി വെച്ചോണ്ടിരിക്കുന്ന ഇവളെന്ത് മോഹിനിയാണ്?
അവളൊരു വട്ടപ്പൊട്ടെന്ന് പറഞ്ഞ് അവളിപ്പോ ഇനി തളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് തൊലി വെളുപ്പിച്ചതെന്ന് ആർക്കറിയാം? അല്ല അവര് ഈ പറയുന്ന കറുപ്പിനെ ഇഷ്ടപ്പെടാത്ത അവര് കറുത്ത മുടി അല്ല അല്ലല്ല മുടി വെളുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് പ്രായമായി തോന്നല്ലേ? ഇപ്പൊ തന്നെ പ്രായം തോന്നൂല്ല അവക്ക്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു കലാകാരിയായാലും കലാകാരനായാലും ഒരു കലാകാരനെയും കുറ്റപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവൾ ഒരു വാക്ക് പറഞ്ഞു, സത്യം പറഞ്ഞ അവൾ എന്റെ മുന്നിൽ കിട്ടണം മോളെ. എനിക്ക് അവൾ എന്റെ കുടുംബത്തിൽ കയറി വരട്ടെ. ഞാനിത് പറഞ്ഞത് അന്വേഷിച്ചിട്ട് അവൾ കുളപ്പുള്ളിയിലെ വീട് തെരഞ്ഞു വന്നോട്ടെ. പെറ്റ തള്ളയ്ക്ക് സൈക്കിളിന്ന് എന്റെ പൊന്നോക്ക് ഇന്നെ തന്നെ തല്ലി കയറാൻ തോന്നിക്കാം അവള് വർത്താനം കേട്ട് കഴിഞ്ഞാല്. പെറ്റ തള്ളയ്ക്ക് സഹിക്കില്ല. എന്താണ് ഇവൻ ഡാൻസ് കളിച്ചിട്ട് പെറ്റ തള്ളയ്ക്ക് സഹിക്കാണ്ട് ഈ ലോകം മുഴുവനും കണ്ട് ഇവക്ക് മാത്രം പെറ്റ തള്ളയ്ക്ക്? എന്നിട്ട് അവൾ അടച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല ആരെയെന്ന് പറയട്ടെ. അവള് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞയാളെ. അപ്പം വേറൊരു പയ്യന്റെ പേര് അറിയാലോ നിനക്കില്ലേ, ചാലക്കുടിക്കാരൻ അറിയാലോ. എന്നിട്ട് അവൻ അന്ന് പഠിച്ചതൊന്നും അല്ല ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവള് പഠിപ്പിച്ചതൊക്കെ ശരിയാണോ? ഈ ആണ് കാലഘട്ടത്തിനടുത്തേക്ക് മാത്രമേ ഇവൾ എന്തിനാ നോക്കുന്നത്? പെണ്ണ് കാലഘട്ടത്തിനടുത്തേക്ക് നോക്കിയാ പോരെ ഇവക്ക്? ഓരും പട്ടോളൂ. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ എന്റെ ഭാഷയില്. ഞാൻ എന്ത് ചാർക്ക് തോന്നിയാലും വേണ്ടില്ല, എന്റെ ഭാഷ അതാണ്. ഒരിക്കലും എനിക്ക് മണിയുടെ അനിയനായി എന്നുള്ള ഇത് കൊണ്ടോ രാമകൃഷ്ണൻ എന്നുള്ള ആ ഒരു ഇതല്ല. അവനൊരു കലാകാരനാണ്. അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഈ ഒരു സ്ഥലത്തെത്തിയത്. ഇവന് പണ്ട് വേറൊരു സംഭവം ഉണ്ടായി. KPSC സാഹിത്യക്കാട് വല്ല ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, അതിനകത്ത് ഇരുന്നായിരുന്നു കുറെ നാൾക്ക് ഞങ്ങളുടെ സംഗീതാടക്കാർക്കെങ്കിലും ഇരിക്കുമ്പോൾ ഇതുപോലെ തന്നെ KPSC എന്തോ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇവനെന്തോ നുണ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അന്നും ഈ ചെറുക്കനെ എടുത്തിട്ടു. എന്തിനാണ് ഇങ്ങനെ ഒരു ഇതാക്കി കാഞ്ഞ് തോണ്ടിയിട്ട് കാഞ്ഞ് കൊട്ടുന്നത്? എന്തിനാണ്? ആ കൊട്ടി ശരിയല്ലോ ഒരിക്കലും. അവളിപ്പം എന്റെ അപ്പാക്കൊന്നുമില്ല. ഒരു പേറ്റ തള്ളയ്ക്ക് സഹിക്കില്ല ഇത് കണ്ടാല്. എന്ത് സഹിക്കില്ല? ആർക്കും യോജിക്കാൻ പറ്റൂല. അവളാരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവള് ഈ രാമകൃഷ്ണനോടൊപ്പം നിന്ന് കണ്ടിട്ട് ഇവളൊരു ചുവട് വെക്കൂ. ഈ രാമകൃഷ്ണൻ കളിക്കുന്നതിനോടൊപ്പം അവളൊരു ചുവട് വെക്കും. ഞാൻ എന്റെ തല മൊട്ടയടിച്ചു തരാം അവരുടെ മുന്നിൽ വെച്ചിട്ട്. അല്ല അത് രണ്ടും സോഷ്യൽ മീഡിയ കാണിച്ചിരുന്നു. അവര് ചെയ്യുന്ന ഡാൻസും രാമകൃഷ്ണൻ വീഡിയോസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കാണുമ്പോ നമുക്ക് എല്ലാവരും. അല്ല അവന്റെ മുന്നിൽ അവളെ മുന്നിൽ എന്റെ തല മൊട്ടയടിച്ചു തരാം. അവള് ചാപം ചെയ്യുന്ന പോലെ ഒരു ചുവട് അവൻ വെച്ചിട്ടുണ്ട്. അവള് വെച്ചിട്ടുണ്ടെങ്കിൽ രാമകൃഷ്ണൻ എന്റെ ആരുമായിട്ടല്ല, കലാഭവൻ മണി എന്റെ ആരുമായിട്ടല്ല, കലാകാരൻ. എനിക്ക് രാമകൃഷ്ണൻ ഇഷ്ടമാണ്, കലാകാരൻ. അതിന്റെ പേര് പൊതുവെ എനിക്ക് എല്ലാവരും ഞാനിപ്പോൾ പലപ്പോഴും ഇവന്റെ ഡാൻസ് ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ പോകണം എന്നുള്ളതുണ്ട്. പലരും ഡാൻസ് ഞാൻ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ കുളപ്പുള്ളി ഇരിക്കുമ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ പോയിരുന്ന ഡാൻസ് കാണാറുണ്ട്. അവിടെ കലാമണ്ഡലം കൃഷ്ണകുമാർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അവർ പോകുമ്പോൾ വിളിച്ചോണ്ട് പോകും, ഞാൻ പോയി കാണാറുണ്ട്. നമുക്ക് അറിയാത്ത നമുക്ക് പറ്റാത്ത ഒരു സംഭവം മറ്റുള്ളവർ ചെയ്യുന്നത് കാണാം. അതിന് ഇവളല്ലല്ലോ സത്യഭാമ. ഇവളാ പേരും വെച്ച് വിലച്ചല്ലേ. സത്യഭാമ ഇവളല്ല. സത്യഭാമ ഒറിജിനൽ വേറെയാണ്. അവളൊന്നും കേൾക്കാനില്ല. ആ സത്യഭാമയുടെ ഫോട്ടോ കാണിച്ചു. ആ പഴയ സത്യഭാമയുടെ ഫോട്ടോ കാണിച്ചു. അത് സത്യഭാമയാണ്, ഇത് നുണഭാമയാണ്. സത്യഭാമയല്ല ഒരു പട്ടോളൂ. പിന്നെ ചേച്ചി എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ രാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കലാഭവൻ മണിയുടെ അനിയൻ എന്നുള്ള ഒരു ലേബലിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാണ്ട് പുള്ളി അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി പുള്ളിക്ക് ഭയങ്കര പബ്ലിസിറ്റി കിട്ടി, കുറെ പ്രോഗ്രാംസ് വരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പൊ സുരേഷ് ഗോപി സാറൊക്കെ ഒരു എന്തോ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് വരുന്നില്ലാന്നോ അങ്ങനെ എന്തോ പറയുന്നതായിട്ടുള്ള എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ സുരേഷ് ഗോപി ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഇവൻ ചെന്നില്ല എന്ന് പറഞ്ഞാലും ചെല്ലുന്നില്ല എന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇല്ലെങ്കിൽ അതിന്റെ കാരണം അവൻ ബോധിപ്പിക്കണം. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാല് എന്തായാലും അവനെ പോലെ അല്ലല്ലോ, ലോകം അറിയാവുന്ന ഒരു കലാകാരൻ തന്നെ. അപ്പൊ അവൻ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെല്ലേണ്ടത് അവന്റെ കടമയാണ്, ഈ രാമകൃഷ്ണന്റെ കടമയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. ചെന്നില്ലെങ്കിൽ അവന്റെ അടുത്ത് തെറ്റ് തന്നെയാണ്. അല്ല പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാല് പുള്ളിക്ക് സുരേഷ് ഗോപി സാറൊക്കെ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ. കലാഭവൻ മണി ചേട്ടൻ മരിച്ചതിന് ശേഷം ആരും തന്നെ ഒരു സിനിമ കൊടുക്കുകയോ അങ്ങനത്തെ ഹെൽപ്പ് ഒന്നും ആരുടെയും ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അല്ല അങ്ങനെ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്. തിയേറ്ററപ്പായി എന്ന് പറഞ്ഞ ഒരു പടം ചെയ്ത് ഞാനാണ് അമ്മയായിട്ട് ചെയ്തത്. പക്ഷെ അവന്റെ സമയമാകുമ്പോൾ അത് ദൈവം കൂടി വിചാരിക്കണം. ഈ സുരേഷ് ഗോപിയോ മറ്റുള്ളവരോ ആരും ദിലീപോ മറ്റുള്ളവരോ മോഹൻലാലോ മുട്ടി ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അവന്റെയും കൂടി ആ ഒരു സമയമാവുമ്പം അവൻ അതിനെത്തിപ്പെടും. നമുക്കൊരു വേഷം കിട്ടാത്തതിനോ നമ്മളൊരു ഇത് വരാത്തതിനോ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ എനിക്ക് വർക്കില്ല, ഞാൻ ആരെയും പറയുന്നില്ലല്ലോ.
അത് അവന് അതിനുള്ള സമയമായിട്ടില്ല. അതിലൊക്കെ കൂടി അവന് ഡാൻസിനകത്ത് അവന് നല്ല പേരുണ്ടല്ലോ, അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഞാൻ ഇതല്ല. പക്ഷേ ഇത് മാത്രം നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനോട് നമ്മൾ സത്യസന്ധത പുലർത്തുക, അതാണ് എൻ്റെ ഒരു ഇത്. അത് ഇവള് പറഞ്ഞത് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. എവിടെ എന്ത് പറഞ്ഞാലും ശരി, അവക്കിട്ട് ഞാൻ സത്യം പറയാം, എൻ്റെ മുന്നിൽ അവളെ കണ്ടെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് കൊണ്ടുപോയാലും വേണ്ടൂല. 2 അടി ഞാൻ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചേനെ. പോട്ടെ, അവള് എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോ അവളെ പിന്നെ മുഖത്ത് കൂടി ഇത്തിരി തിളച്ച വെള്ളം വീണാല് ഇവളെ സൗന്ദര്യം എവിടെ? ഇവള് ഒന്ന് പോകുമ്പോ കാല് തെഞ്ഞ് വീണു, അവള് ഞട്ടുകാലായാൽ എങ്ങനെ ഉണ്ടാവും അവളെ സൗന്ദര്യം? ഒരു കണ്ണ് പൊട്ടിപ്പോവും അവളുടെ. അപ്പൊ ഇവിടെ എങ്ങനെ ഒറ്റക്കണ്ണിയായിട്ട് നടക്കണ്ടേ? സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് ഇത്ര ഒരു കാര്യമില്ല. സത്യം പറയുന്നത് ഞാൻ ആദ്യമൊക്കെ അത് കേട്ടിട്ടേ ഞാൻ അതെ, ചേച്ചിന്റെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. മലയാളികളൊക്കെ തന്നെ അതിന് പ്രതികരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് എത്ര ട്രോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾക്ക് എന്നിട്ട് അതല്ല, അവള് താഴെ ഒരിക്കലും മരുമകളെ ഇതാക്കി മകൻ ചത്തുപോയാൽ മതിയായിരുന്നു ഫോട്ടോ ഇട്ടിട്ട് ഇപ്പം വാട്സാപ്പിൽ മറ്റേ ഫേസ്ബുക്ക് വോയിസ് ഇട്ടിരിക്കണം. അപ്പൊ അവൾക്ക് പിന്നെ പെറ്റതുള്ള സൈക്കിള് എന്നാണ് ശരിയായിരിക്കും. കാരണം മകൻ ചത്തുപോയി അവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്കത് പറയാം, അയ്യോ ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല, നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റൂല കേട്ടോ. ഞാൻ 2 പ്രസവിച്ചത് എൻ്റെ മക്കളൊന്നും ജീവനോടുകൂടി ഇല്ലെങ്കിലും ശരി, നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കള്ളനായിക്കോട്ടെ, ദുഷ്ടനായിക്കോട്ടെ, പെണ്ണുപിടിയനായിക്കോട്ടെ, എന്തായാലും അവനവൻ്റെ മക്കള് എന്ത് ചെയ്താലും ശരി, നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. പൊന്നെ എൻ്റെ മക്കൾ 2 ജീവനോടുകൂടി ഇല്ല കേട്ടോ, 2 ആളും പോയി. അതൊക്കെ വേറുള്ള കഥകൾ. പക്ഷെ അതൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണത്. അതൊക്കെ അവൾ തന്നെ അനുഭവിക്കും. അവൾ ഇങ്ങനെ അനുഭവിക്കാൻ എന്താ ഇരിക്കണേ? ഇനി അവൾ എന്താ അനുഭവിക്കാൻ? ഇനി അവള് കവച്ച് വെച്ചൊന്ന് കയറട്ടെ അവളെ സ്റ്റേജില്. അവൾ മണ്ണ് വാരിയിടും. അവള് സ്ഥലം ഞാൻ പറയണില്ല. അപ്പൊ അല്ല തമാശ. ഞാനൊക്കെ കാണാൻ പോയിട്ടാണെങ്കിൽ ഏറ്റവും മുന്നിൽ ചെന്നിരുന്ന ഒരു കൊട്ട മണ്ണ് വാരിയിട്ട് അവൻ്റെ ഇട്ട് കൊടുക്കും. ആണുങ്ങൾ കവച്ച് വെക്കണത് കാണാൻ പാടില്ല. എന്തായാലും പെണ്ണ് കവയ്ക്കണേക്കാളും നല്ലതാണ് കവയ്ക്കുന്നത് കാണാൻ തന്നെ നല്ലത്. എന്നെ പറയിപ്പിക്കട്ടെ, എന്നെ കൊണ്ടുവരിക. സത്യം പറഞ്ഞ ഇപ്പോഴൊക്കെ ആ ദേഷ്യം ഒന്ന് മാറിയത്. സത്യം ഇല്ലെങ്കിൽ ഇവിടെ ഇവളോട് എന്ത് വച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു ദിവസം വെച്ചിട്ടുള്ള ചേച്ചി നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് ചേച്ചി പറഞ്ഞ പോലെ കൂതറ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും ഉണ്ട് ചേച്ചി ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ചേച്ചിയുടെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞാണ് ദുൽഖർ സൽമാന്റെ കൂടെ ഒരു പടം ചെയ്യാൻ. അപ്പം ഈ പ്രോഗ്രാം ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ കാണുകയാണെങ്കിൽ ചേച്ചിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടട്ടെ. പിന്നെ അതുപോലെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ചേച്ചി തമിഴിലൊക്കെ പോയിട്ട് ഒരുപാട് റെമ്യൂണറൈസേഷൻ ഒക്കെ കൂട്ടി ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പം ചേച്ചി ഭയങ്കര പ്രതിഫലം വാങ്ങിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയെ നമുക്ക് പറഞ്ഞു അങ്ങനെയല്ല, ചേച്ചി സാധാരണ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. ബാക്കി തമിഴ് പോയി എന്ന് വെച്ചിട്ട് ചേച്ചി ഭയങ്കരമായ പ്രതിഫലം ഒന്നും വാങ്ങിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ, നിങ്ങൾ എന്താണ് വാങ്ങണത്? ഞങ്ങൾക്ക് ഒരു മൂവി ഉണ്ട്, ഞങ്ങൾ എന്ത് തരണം? ഞാൻ ചിലപ്പോ 50,000 1 ലക്ഷം ഒക്കെ പറയുമായിരിക്കും. ഞങ്ങൾക്ക് ഇത്രയും തരാൻ പറ്റുമോ, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ഇവർ ചോദിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ വെച്ചാൽ 5,000 രൂപ ഞങ്ങൾ തരാൻ നിങ്ങൾ വരുമെന്ന് വെച്ചാലൊന്നും ഞാൻ പോകില്ല കേട്ടോ. അത് വേറെ കാര്യം. ഇപ്പൊ 50,000 രൂപ എന്ന് പറഞ്ഞാൽ 50,000 രൂപ 5 പേരോട് മേടിച്ചു കാണും. മലയാളത്തിൽ ഒരു എൻ്റെ പൊന്നെ, ഞാൻ നിങ്ങളെ ഇതിലൊന്നും നോക്കൂല. ഞാൻ വല്ലതും ഒക്കെ വിളിച്ച് പറഞ്ഞു പോകും. ഈ വകയൊക്കെ കേട്ട് കഴിയുമ്പോൾ അതൊന്നല്ല, അവർക്ക് വിളിക്കാൻ കഴിയില്ല. അതിന് അവര് ഓരോരോ ഇത് ഉണ്ടാക്കുകയാണ്. സീരിയൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. നല്ല ഏതെങ്കിലും ഒരു സീരിയല് നല്ലൊരു കമ്പനിയുടെ കിട്ടിയാൽ ഞാൻ ചെയ്യും. നല്ലൊരു സീരിയൽ കിട്ടിയാലും ഞാൻ ചെയ്യും. പക്ഷെ തീരെ കാശ് കുറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം നിലനിർത്തിക്കൊണ്ട് വന്നൊരു പേരുണ്ട്. അപ്പൊ നമ്മൾ വീട്ടില് പട്ടിണിയാണോ കിടക്കേണ്ടത് പാടാണോ കിടക്കേണ്ടത് ആരും അറിയില്ല. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ വീട്ടിൽ ഞാൻ പട്ടിണി എടുക്കാണ്ട് വിചാരിച്ച് പുറത്ത് തുണി എടുക്കാണ്ട് ഇറങ്ങിയിറക്കുമോ? അതില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് മാന്യമായ രീതിക്ക് എന്നും അതെ, അതാരും വിളിക്കുന്നില്ല, ചോദിക്കുന്നില്ല. പുറത്ത് പലരും ഊഹാഭോഗങ്ങൾ അങ്ങനെ പറയും. ഉളപ്പുള്ളിയിൽ അത്രയ്ക്ക് ആയിപ്പോയി, ഇത്രയ്ക്ക് ആയിപ്പോയി, അവൾ ആ സിനിമയിൽ ചെയ്ത് അവൾ ഈ സിനിമയിൽ ഇത്ര കിട്ടിയാൽ അവർക്ക് എന്തുകൊണ്ട് നമ്മളിപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞല്ലേ, ഒരാൾ വിളിച്ചു 20 തന്നേക്കുന്ന അവനറിയാം. എൻ്റെ വായ എല്ലാവർക്കും അറിയാം. വാ പോയ കോടാലിയാണ് ഞാൻ.
പിന്നെ അവൻ ദൈവത്തെ പുറത്ത് വിളിച്ചില്ല. അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും കേട്ടല്ലോ. ചേച്ചി ഭയങ്കരമായ പ്രതിഫലം ഒന്നും ചോദിക്കുന്നില്ല. ചേച്ചി ചോദിക്കുന്ന മാന്യമായ പ്രതിഫലമാണ്. അത് ഭയങ്കര തുച്ഛമായതല്ല, എന്ന് ഭയങ്കരമായ പ്രതിഫലമല്ല. പിന്നെ ചേച്ചിക്ക് അത് മാന്യമായതല്ല ആരെങ്കിലും എന്നോട് പറയട്ടെ, അവരോട് സമാധാനം ഞാൻ പറഞ്ഞു കൊടുക്കാം. അവർ ഇന്ന് വരുന്നവർക്ക് എന്താ കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ആരുടെയും ബയോഡാറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സിലായി. അപ്പൊ ചേച്ചിക്ക് ഒരുപാട് നല്ല ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും സീരിയലാണെങ്കിലും ചേച്ചിക്ക് താല്പര്യമാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട്, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് ചേച്ചിക്ക് ഇനിയും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ല ക്യാരക്ടർ ആയിട്ട് ഒരു കപ്പലണ്ടി മുട്ടായി മേടിച്ചു തരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു. ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാൻ പോയാൽ ഒരു കപ്പലണ്ടി മിഠായി മേടിച്ചു തരും. മാത്രമല്ല എനിക്കൊരു ചാൻസ്. ആയിക്കോട്ടെ, ഞാൻ പറയാം ദുൽഖറിനോട്. താങ്ക് യു, താങ്ക് യു. അപ്പൊ കണ്ടോ, ഞാൻ മാത്രല്ല ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാൻ നിൽക്കുന്നത്. ആഗ്രഹമുണ്ട്. ഓക്കെ 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 നോക്കാം നമുക്ക് അല്ലേ. അപ്പൊ ചേച്ചി ഇത്രയും ചേച്ചിയുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ കൂടെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. സന്തോഷം.